ഈ 65,000 പേര് കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് ഏകദേശം 1.5 ലക്ഷം സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. ഏകദേശം 15,000-ഓളം പേരെ കാണാനില്ല. ഇപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏകദേശം 1 ലക്ഷത്തിലധികം പേരെ കാണാൻ കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പം ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ ഈ പറയുന്ന ഗാസ സ്ട്രിപ്പിൻ്റെ കാര്യമാണ്. അപ്പുറത്ത് വെസ്റ്റ് ബാങ്കിലും തീർന്നു പോയില്ല, എത്രയോ പേര് തീർന്നു പോയി. അപ്പം ഇതിനകത്ത് അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ ഉണ്ടായത്? ചിലപ്പോൾ ട്രംപും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ചരിത്രത്തിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം ഈജിപ്തിൽ നടക്കുന്ന സമ്മിറ്റിൽ ഒരുമിച്ച് വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഗ്ലോബലായിട്ടുള്ള ലീഡേഴ്സും വരുവാണ്. അറിയാൻ സാധിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു, പാലസ്തീൻ അതോറിറ്റി ഇവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വർഷത്തേക്ക് ചിലപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീനി ഇഷ്യൂ എന്നേക്കുമായിട്ട് അങ്ങ് തീരാൻ പോവുക. അതുകൊണ്ടാണ് ഇത്രയും ലീഡേഴ്സ് ഒരുമിച്ച്. കാരണം ഇവർക്കൊക്കെ മനസ്സിലായി ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ ഇതേപോലെയുള്ള ടെറർ ഗ്രൂപ്പുകളെ അതിനെ സപ്പോർട്ട് ചെയ്താൽ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്ത റിസൾട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇറാന് ആദ്യം ഒരു ഈജിപ്ഷ്യൻ പ്രൈം മിനിസ്റ്റർ, അതായത് സിസി, അവരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം വരാമെന്ന് പറഞ്ഞ് പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവനെ അറ്റാക്ക് ചെയ്ത് മറ്റേ ഇസ്രായേൽ വരുന്നുണ്ട്, അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത് അമേരിക്ക വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ടേബിളിൽ ഒരുമിച്ച് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറാനിൽ ഇവർക്ക് ഒരു പിന്തുണയില്ലാതായി പോകും.